ഔസു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. റമദാൻ ദർസിൻ്റെ ഇന്നത്തെ വിഷയം റമദാൻ്റെ മഹത്വം എന്നതാണ്. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസാ ദഖല ശഹ്റു റമദാന ഫുതിഹത് അബ്വാബുസ് സമാഇ വഫി റിവായത്തിൻ വഫുതിഹത് അബ്വാബുൽ ജന്നതി വഗുല്ലികത് അബ്വാബു ജഹന്നമ വസുൽസിലത്തിൽ ഷയാത്തീനു വഫി റിവായത്തിൻ ഫുതിഹത് അബ്വാബുർ റഹ്മ. ബുഖാരി, മുസ്ലിം, കിതാബുസ് സൗം. തർജ്മ: ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റമദാൻ മാസം സമാഗതമായാൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു, ശൈത്താൻ ബന്ധനസ്ഥനാകുന്നു. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, കാരുണ്യത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു. റമദാനെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ, റമദാനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രസക്തമായ ഒരു ഹദീസാണിത്. എല്ലാവരും പലയിടങ്ങളിലും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് റമദാൻ സമാഗതമാകുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു, നരകം അടക്കപ്പെടുന്നു, ശൈത്താൻ ബന്ധനസ്ഥനാകുന്നു എന്നൊക്കെയാണ്. റമദാൻ മാസം സമാഗതമാകുന്നത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അതുപോലെ തന്നെ ദൈവനിഷേധികൾക്കും അതുപോലെ തന്നെ ധിക്കാരികൾക്കും പാപികൾക്കും ഒക്കെയാണ്. ഈ മാസത്തിൽ നിന്നും ലോകത്തുള്ള ആരും തന്നെ മാറ്റി നിർത്തപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റമദാൻ മാസം വന്നാൽ ഇങ്ങനൊരു അവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. ഇനി റമദാൻ മാസത്തിൽ മരണപ്പെടുന്ന ഒരു അവിശ്വാസിയോ ദൈവനിഷേധിയോ അതുപോലെ തന്നെ ധിക്കാരിയോ പാപിയോ ഒക്കെ തന്നെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. നരകവാതിൽ കാരണം തുറന്നിട്ടുണ്ടാകുകയില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാപങ്ങളൊന്നും തന്നെ ഒരു പാപിയും ചെയ്യില്ല എന്ന് പറയുന്നതും യുക്തിക്ക് നിരക്കാത്തതാണ്. അപ്പോൾ ഇതിനെ കുറച്ച് സമഗ്രമായി നമുക്ക് അവലോകനം ചെയ്യേണ്ടതായി വരും. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി ഒരിടത്ത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ഇവിടെ ദഖല റമദാൻ എന്നാണ്, റമദാൻ പ്രവേശിക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റമദാൻ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി റമദാൻ മാസത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആണ് ഇത് സാധ്യമാകുന്നത്. പ്രവേശനങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ളത് കവാടങ്ങളാണ്. സ്വർഗത്തിന് 7 കവാടങ്ങളുണ്ട്, നരകത്തിന് 7 കവാടങ്ങളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. ഹദരത്ത് ഖലീഫത്തുൽ റാബി റഹ്മത്തുള്ളാഹി പറഞ്ഞത് മനുഷ്യനും 7 കവാടങ്ങളുണ്ട്. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ 5 കവാടങ്ങളാണ്. അതുപോലെ മനുഷ്യന് 2 ദ്വാരങ്ങളുണ്ട്. അതിലൂടെ പ്രവേശിക്കാനും അതിൽ നിന്നും ബഹിർഗമിക്കാനും സാധിക്കും. ഇങ്ങനെ ഈ 2 ദ്വാരങ്ങളും ഈ 5 ഇന്ദ്രിയങ്ങളും വലയം ചെയ്യുന്ന ഒരേ ഒരു ആരാധന എന്ന് പറയുന്നത് റമദാനാണ്. ഈ 7 കാര്യങ്ങളും വളരെ സുരക്ഷിതമാക്കി വളരെ പരിപാവനമാക്കി നമുക്ക് റമദാനിൽ വെക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിന് അവകാശികളാകാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്, കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസുകൾ അതുപോലെ തന്നെ കാരുണ്യങ്ങൾ വർഷിക്കുന്നൊരു മാസമായിരിക്കും എന്നതാണ്. ഇനി സ്വർഗവും നരകവും മരണാനന്തരമുള്ള ഒരു സവിശേഷതയായി കാണുമ്പോൾ ഒരു വിശ്വാസി റമദാനിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം എന്നോണം അവൻ നരകത്തിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടുന്നു, അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നേടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശൈത്താൻ ബന്ധനസ്ഥനാകുന്നു, അതുപോലെ തന്നെ ധിക്കാരിയായ ധാർഷ്ട്യനായ ജിന്നുകൾ ബന്ധനസ്ഥനാകുന്നു എന്നൊക്കെ ഹദീസ് വചനങ്ങളിൽ കാണാം. ഇതുകൊണ്ടൊക്കെ തന്നെ അർത്ഥമാക്കുന്നത് പൈശാചികമായ അതുപോലെ തന്നെ സാത്താനികമായ ചിന്തകളും സ്വാധീനങ്ങളും ദുർമന്ത്രണങ്ങളും വാസനകളുമൊക്കെ തന്നെ ഒരു റമദാനെ അതിൻ്റെ അർത്ഥപൂർണമായ നിലയിൽ ആചരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഏൽക്കുന്നില്ല എന്നതാണ്. ശൈത്താനിൽ നിന്ന് അവൻ സംരക്ഷിതനാകുന്നു എന്നതാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ പറയുകയുണ്ടായി, റമദാൻ മാസത്തിലെ രാത്രി, ഓരോ രാത്രിയും ഒരു വിളിയാളൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടാകും. പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കും, അല്ലയോ നന്മയിൽ മുന്നേറുന്നവനെ നീ മുന്നേറിക്കൊണ്ടിരിക്കുക, അല്ലയോ തിന്മ ചെയ്യുന്നവനെ നീ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുക. അതുപോലെ റമദാന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. റമദാൻ്റെ ഒരു പ്രത്യേകതയായി പറയപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിലാണ് ആരംഭിക്കാൻ തുടങ്ങിയത് എന്നാണ്. റമദാൻ 24-നാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങി തുടങ്ങിയത് എന്നാണ് നിവേദനങ്ങളിലുള്ളത്. അതുപോലെ തന്നെ തൗറാത്തിൻ്റെ കാര്യവും ഇഞ്ചീലിൻ്റെ കാര്യവും സബൂർ അഥവാ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സങ്കീർത്തനത്തിൻ്റെ കാര്യവും ഒക്കെ തന്നെ എല്ലാം റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നും നിവേദനങ്ങളിൽ കാണാം. റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിൻ്റെ ഉദ്ധരണിയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ആ മഹാത്മാവ് പറയുന്നു, ഷഹ്റു റമദാൻ അല്ലസി ഉൻസില ഫീഹിൽ ഖുർആൻ, അതായത് റമദാൻ മാസം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇതിൽ നിന്നും റമദാൻ മാസത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സൂഫിയാക്കൾ എഴുതിയിട്ടുള്ളത് ഈ മാസം തൻവീറുൽ കൽബ് അഥവാ ഹൃദയം പ്രകാശഭരിതമാകുന്നതിന് വേണ്ടിയുള്ള ഉത്തമ മാസമാണ് എന്നാണ്. അതുപോലെ ഈ മാസത്തിൽ ഒരുപാട് കശ്ഫുകൾ, ജാഗ്രത ദർശനങ്ങൾ ഉണ്ടാകുന്നു. സലാത്ത്, നമസ്കാരം, തസ്കിയത്തുൻ നഫ്സ്, ആത്മശുദ്ധീകരണത്തിന് നിദാനമാണ് എങ്കിൽ സൗം അഥവാ നോമ്പ് തജല്ലിയുൽ കൽബ്, ഹൃദയത്തെ പ്രകാശഭരിതമാകുന്നതിന് കാരണമാകുന്നതാണ്. തസ്കിയത്തുൻ നഫ്സ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദോഷപ്രവണമായ ആത്മാവിൻ്റെ ദേഹേച്ഛകളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതും, തജല്ലിയുൽ കൽബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കശ്ഫുകളുടെ, ജാഗ്രത ദർശനങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക എന്നും, അങ്ങനെ മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ദൈവത്തെ കാണാൻ സാധിക്കുക എന്നും ആണ്. മൽഫൂസാത്ത് വാള്യം 4 പേജ് 256. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.